അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹ്. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ഇനി ജബ്ബാർ പറയുന്നൊരു കാര്യം, ഖുറൈശികൾ ആരും ഇത് അംഗീകരിച്ചില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ മൂത്താപ്പ അബൂ താലിബ് പോലും സ്വീകരിച്ചില്ല. എന്തുകൊണ്ട്? അബൂ താലിബിനും ഇത് മനസ്സിലായിരുന്നു, ഇതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് രോഗശയ്യയിൽ കിടക്കുമ്പോൾ, മരണശയ്യയിൽ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഇസ്ലാം സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ അബൂ താലിബ് അത് ചിരിച്ച് തള്ളിയിട്ടുള്ളതാണ്. എവിടെ നിന്നാണാവോ നമ്മളെ ജബ്ബാർ മാഷിക്ക് ഇതുപോലുള്ളൊരു വിവരം കിട്ടിയത്? എന്നാൽ ചരിത്രം പരിധിയാൽ കാണാൻ കഴിയുന്ന സംഗതി എന്താ? അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ളതൊരു സംഗതി. അബൂ താലിബ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും പറഞ്ഞോ ജബ്ബാർ പറഞ്ഞ മാതിരി മുഹമ്മദ് ഒരു മാനസിക രോഗിയാണെന്ന്? ഏതെങ്കിലും കാലത്ത് അബൂ താലിബ് ജബ്ബാർ പറഞ്ഞതാണല്ലോ, മുഹമ്മദ് അദ്ദേഹം മാനസിക രോഗിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വളരെ സ്നേഹത്തോടു കൂടി അബൂ താലിബ് അദ്ദേഹത്തെ സംരക്ഷിച്ചു. ഇത് ജബ്ബാറിൻ്റെ മനോഗത എന്നുള്ളതല്ലാതെ ചരിത്രത്തിൽ എവിടെ നിന്നാണ് ജബ്ബാറിന് ഇത് ഉദ്ധരിക്കാൻ കഴിയുക? അത് മാത്രമാണോ? എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ താലിബ് സംരക്ഷിച്ചു പോകുന്നത്? അബൂജഹൽ അടക്കമുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുകൊടുക്കാനും ഖുറൈശികളിൽ അബൂജഹലിന് ഇഷ്ടപ്പെട്ട ഒരാളെ പകരം നൽകിയിട്ട് തൻ്റെ മകനെ പോലെ സംരക്ഷിക്കാൻ വിട്ടുകൊടുക്കാമെന്നൊക്കെ ഇവർ അബൂ താലിബിൻ്റെ മുമ്പിൽ വന്നിട്ട് ചർച്ച നടത്തിയിട്ടുള്ളതാണല്ലോ. എന്നിട്ട് അബൂ താലിബ് എന്താ പറഞ്ഞത്? അബൂ താലിബ് പറഞ്ഞത്, എൻ്റെ മകനെ നിങ്ങൾക്ക് കൊല്ലാൻ വേണ്ടി ഞാൻ വിട്ടുതരാം, എന്നിട്ട് നിങ്ങളുടെ മകനെ ഞാൻ സംരക്ഷിക്കാമല്ലേ, നല്ല ഏർപ്പാടാണെന്നാ. അത് പറഞ്ഞിട്ടാണ് അബൂജഹൽ അവരെ തിരിച്ചയക്കുന്നത്. അത് മാത്രമാണോ? ഇവിടെ ജബ്ബാർ തന്നെ പറയുന്ന അബൂ താലിബ് രോഗശയ്യയിൽ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് വിശുദ്ധ കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അബൂ താലിബ് എന്തുകൊണ്ട് അത് ചൊല്ലാൻ കൂട്ടാക്കിയില്ല എന്നത് അത് ഉദ്ധരിച്ച അതേ ഹദീസിലും ചരിത്രത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അബൂ താലിബ് പറഞ്ഞത്, നബി മുഹമ്മദ് നിനക്ക് ഭ്രാന്താണ്, അതുകൊണ്ട് ഞാൻ ചൊല്ലൂല എന്നല്ല. അബൂ താലിബ് പറഞ്ഞിട്ടുള്ളത്, ജനങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഞാൻ ക്ഷമകേട് കാണിച്ചുകൊണ്ട് ഞാനിത് ചൊല്ലി എന്ന് ജനങ്ങൾ പറഞ്ഞു കളയും, അതുകൊണ്ട് ഞാനിത് ചൊല്ലുന്നില്ല എന്നാണ്. അതും ഹദീസിൽ ഉദ്ധരിച്ച് വന്നിട്ടുള്ള. മാത്രമല്ല, അബൂ താലിബിനെ തടയാൻ വേണ്ടി അവിടെ അബൂലഹബും മറ്റുമൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ട് താനും. അവരിങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് അബൂ താലിബിനോട്, അബ്ദുൽ മുത്തലിബിൻ്റെ പിതാവിൻ്റെ മാർഗം വിട്ട് മുഹമ്മദിൻ്റെ മാർഗത്തിലേക്ക് പോവുകയാണോ? ഇതാണ് അബൂ താലിബിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുള്ളത്. അതേ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതായിട്ട് ഉദ്ധരിച്ചു വന്ന കവിത ഉണ്ട്. എന്താണ്? ലഖദ് അലിംതു അന്നദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന. മനുഷ്യർ ഉൾക്കൊള്ളുന്ന ദീനുകളിൽ, മതങ്ങളിൽ, ആശയങ്ങളിൽ, ജീവിത രീതികളിലൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ജീവിത രീതിയാണ്, മതമാണ്, ആദർശമാണ് മുഹമ്മദ് പ്രബോധനം ചെയ്യുന്ന ദീനെന്ന് എനിക്കറിയാമെന്നാണ് അബൂ താലിബ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ, ലൗലൽ മലാമസ്തു വൽ മസബ്ബത്തു, ആളുകളുടെ ആക്ഷേപവും ശകാരവുമില്ലായിരുന്നെങ്കിൽ വജത്തനി സംഹം ബിദാക മുബീനാന. ഇത് മുഹമ്മദ് താൻ മുഹമ്മദെ നീ പറയണത് ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി അംഗീകരിക്കുമായിരുന്നു. അപ്പോൾ അബൂ താലിബിനെ ഭരിച്ചിട്ടുള്ളത് മറ്റൊരു മാനസികാവസ്ഥയായിരുന്നു. ജനങ്ങൾ എന്ത് പറഞ്ഞു കളയുന്നുള്ള ആ ഒരു അധിക്ഷേപത്തെ അദ്ദേഹം ഭയന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാതെ പോയിട്ടുള്ളത്. അല്ലാതെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ സഹോദരപുത്രന് മാനസിക രോഗമുണ്ട്, അതുകൊണ്ടൊന്ന് ചികിത്സിച്ച് കളയാമെന്ന് പറഞ്ഞ അബൂ താലിബ് ഒരു വൈദ്യനെയും സമീപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മുഹമ്മദ് പറയുന്നത് 100% ശരിയാണെന്ന് അദ്ദേഹം അംഗീകരിച്ചിരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകൻ അലി മുഹമ്മദിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്ഷത്ത് ചേർന്നപ്പോൾ അബൂ താലിബ് അദ്ദേഹത്തെ അതിനനുവദിക്കുകയും അതിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി അദ്ദേഹത്തിന് എല്ലാ ഒത്താശയും ചെയ്ത് മകന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അങ്ങനെയുള്ള അബൂ താലിബിനെ പറ്റിയാണ്
യാതൊരു ഉളുപ്പുമില്ലാതെ പിന്നെ മകന് മുഹമ്മദിന് മാനസിക രോഗമായതുകൊണ്ട് ഇത് ചിരിച്ചു തള്ളുമായിരുന്നു എന്ന് ജബ്ബാറിന് തള്ളണത്. അപ്പോൾ ഇതുപോലെ തള്ളലാണ് ജബ്ബാറിൻ്റെ ആകെ മുതൽക്കൂട്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.